പഠിച്ച കാലഘട്ടത്തിൽ തന്നെ വിവിധ സുന്നി സ്ഥാപനങ്ങളിലാണ് പഠിച്ചത്. തുടർന്നങ്ങോട്ട് സുന്നി സംഘടനകളുടെ അമരക്കാരനായി മാറി. തെക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയില് ഇവിടെ ഇരിക്കുന്ന സലഫി പണ്ഡിതന്മാരിൽ പലരും പ്രസംഗിക്കാൻ വരുമ്പോൾ അവരുടെ പ്രസംഗം കലക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരെ കൂകി വിളിക്കുന്നതിന് വേണ്ടി, ആ സദസ്സിൽ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി എന്റെ യുവത്വകാലം പലപ്പോഴും മാറ്റിവെച്ച ഒരാളാണ്. ഇന്ന് വളരെ വേദനയോടുകൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പല രാത്രികളിലും തഹജ്ജുദ് നമസ്കരിച്ചിട്ട് രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സത്യത്തിന്റെ മേഖലയിലേക്ക് കടന്നുവരാൻ അല്ലാഹു എനിക്ക് ഹിദായത്തിന്റെ മാർഗം തുറന്നു തന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയമുള്ള സഹോദരന്മാരെ, പലപ്പോഴും എസ്എസ്എഫിന്റെ പ്രവർത്തന മേഖലയിൽ, എസ്എസ്എഫിന്റെ വേദികളിൽ പലപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ വിനീതനായ എന്റെ നാവുകളും തൂലികകളും ഞാൻ ചലിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ചില ചങ്ങലക്കെട്ടുകളിൽ കഴിഞ്ഞുകൂടിയിരുന്ന, അല്ലെങ്കിൽ കുടുംബങ്ങളിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ, മാറി മാറി വന്ന ഉസ്താദുമാർ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം പറയുക എന്ന് വിധിക്കപ്പെട്ട ഒരു വിഭാഗം പണ്ഡിതന്മാർ, ആ പണ്ഡിത വ്യൂഹത്തിലെ ഒരംഗമായിരുന്നു ഞാൻ. പക്ഷേ പലപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. മുജാഹിദ് നേതാക്കളുടെ പ്രസംഗം കേൾക്കാൻ പാടില്ല, മുജാഹിദ് പ്രസിദ്ധീകരണങ്ങൾ വായിക്കാൻ പാടില്ല, അവർ ഇസ്ലാമിൽ നിന്നും അന്യരാണ് എന്ന് പലപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണയിൽ കഴിഞ്ഞുകൂടിയിട്ടുമുണ്ട്.